അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ലൊരു മുട്ടപ്പോളം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിതവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു മുട്ടപ്പോളം ഉണ്ടാക്കാൻ പറ്റും. 2-3 സവാള, കുനുകുനുകുനുന്നനെ അരിയ, 2-3 ചെറിയ പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അതൊക്കെ ആവശ്യത്തിന് മതി. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഞാനിവിടെ ഗാർലിക് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം മാഗി കട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാഗി കട്ട നോക്കിയതിനനുസരിച്ച് വേണം പിന്നെ നിങ്ങൾ ഉപ്പിടാൻ, കാരണം അതിൽ നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഗാർലിക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട, വെറുതെ ഇങ്ങോട്ട് ഒതുക്കി വഴറ്റിയാൽ മതി. ഇനി അതിലേക്ക് പൊടികളിടാം. 1 സ്പൂണ് മുളകും പൊടി, 1 സ്പൂണ് വേണ്ട, ഒരു 1/2 സ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് അതെല്ലാം കൂടി വഴറ്റിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട ഇതുപോലെ ബാറ്റർ തയ്യാറാക്കാൻ വേണം. അതായത് മൈദമാവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ലേശം ഉപ്പിട്ടിട്ട് ഇതുപോലെ ദോശ പോലെ നമ്മൾ പരത്തി ഇങ്ങനെ ദോശ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിതിൽ എത്ര കിട്ടണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ 6 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 8 മുട്ടയെങ്കിലും വേണം. എൻ്റെ അടുത്ത് 6 മുട്ട ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ 1 മുട്ട മൈദയിലേക്ക് എടുത്തു, ബാക്കി 2 മുട്ട ഇതുപോലെ അടിച്ചിട്ട് ആ ദോശയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണത്. 3 മുട്ട പുഴുങ്ങും ചെയ്തു. പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫില്ലിങ്ങിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിനുള്ള ആ ഒരു മുട്ട മുറിക്കുന്ന ഒരു മെഷീനുണ്ട്, അതിൽ വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിലാവുമല്ലോ. എന്നിട്ട് ഒരു നല്ല കട്ടിയുള്ള 1-2 ദോശ അടിയിൽ ലേശം നെയ്യൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അതിലേക്ക് അടിയിൽ ഇങ്ങനെ വിരിച്ച് വയ്ക്കുക ദോശ. എന്നിട്ട് അതിൻ്റെ മേലെ ഉള്ളി വഴറ്റിയത് വെക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഈ കോഴിമുട്ട നമ്മൾ ഇതാക്കിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അതിലേക്ക് വിതറിയിടുക. പിന്നെ കുറച്ച് മുട്ട നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ കുറേശ്ശെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ചിട്ട് അതൊക്കെ അങ്ങനെ എല്ലാം കൂടി മേലെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് 4 പുറം ബാക്കിയുള്ള മുട്ട ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ദോശക്കല്ലോ പഴയ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ചെറിയ തീയിൽ, വല്ലാതെ കൂടും വേണ്ട എന്നാൽ കുറയും വേണ്ട, അങ്ങനെ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് അതിൻ്റെ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കരയാമ്പുമാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലെ നമുക്കൊരു കരിഞ്ചീരകമോ എള്ളൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ ലേശം എള്ളാണ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. നമുക്കൊരു 20-25 മിനിറ്റായി. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് ലേശം നെയ്യ് തടവി ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടെ ഇപ്പുറവും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്ത് എന്നിട്ടിപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, ആർക്ക് വേണേലും കഴിക്കാം. എരിവും എല്ലാം നല്ല പാകമാണ്, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ മേലേക്ക് ഒഴിക്കണമെങ്കിൽ 2 മുട്ടയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കവർ ചെയ്ത് ഒഴിച്ച് നല്ല അതിങ്ങനെ അടർന്ന് പോരാത്ത വിധത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.